ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായി യുവാവ്. പോലീസ് പിടികൂടുന്ന ലഹരി വീണ്ടും വിപണിയിലേക്ക് എത്തുന്നുവെന്ന വെളിപ്പെടുത്തൽ ഒത്താശ ചെയ്യുന്നത് ചില പോലീസ് ഉദ്യോഗസ്ഥർ തന്നെയാണ്. ലഹരി ഉപയോഗിക്കുന്നവരിൽ സ്കൂൾ വിദ്യാർത്ഥികളും 10ാം ക്ലാസ് വിദ്യാർത്ഥികളും MDMAക്ക് അടിമകളാണ്. ബംഗളൂരുവിൽ പാർട്ടികൾക്കെത്തുന്നതിൽ നിരവധി മലയാളികളുമുണ്ട്. കോളേജുകളിലെ ആഘോഷ പരിപാടികൾക്ക് വ്യാപകമായി ലഹരി മരുന്ന് വിതരണം ചെയ്യുന്നുവെന്നും യുവാവ് പറയുന്നു. ജീവിതങ്ങളെടുക്കുന്ന ലഹരിക്കെതിരെയുള്ള റിപ്പോർട്ടർ TVയുടെ പരമ്പര തുടരുകയാണ്. MDMA അടക്കമുള്ള മാരക സിന്തറ്റിക് ലഹരികൾക്കാണ് ഇന്നത്തെ യുവതലമുറ അടിമപ്പെട്ടു പോകുന്നത്. അതിനെതിരെ ഒരു ദുർബല നിമിഷത്തിൽ അതിന് തന്നെ ഇരയാകേണ്ടി വന്ന മനുഷ്യർ അവരുടെ ജീവിതാനുഭവങ്ങൾ കൊണ്ട് തന്നെ പാഠം നൽകുകയാണ്. ഇനി ആരും ആ ലഹരിയിലേക്ക് കടന്നു വരാതിരിക്കാനും അതിനുമപ്പുറത്തേക്ക് ലഹരിക്ക് അടിമപ്പെട്ടു പോയവർ അതിൽ നിന്ന് തിരിച്ച് മോചിതരാകാൻ കൂടി വേണ്ടിയാണ് റിപ്പോർട്ടർ ഈ ഉദ്യമം തുടരുന്നത്. ഇന്ന് നമ്മുടെ കൂടെ കണ്ണൂർ സ്വദേശിയായിട്ടുള്ള ഒരു യുവാവാണുള്ളത്. 5 വർഷക്കാലമാണ് MDMA ഉപയോഗിക്കേണ്ടി വന്നത്. ഇന്ന് അതിൽ നിന്ന് മോചിതനായി 1 വർഷത്തോളമായി കുടുംബജീവിതം നയിക്കുകയാണ്. അദ്ദേഹം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വെളിപ്പെടുത്തുകയാണ്. എങ്ങനെയാണ് ഈ MDMA ഉപയോഗിക്കാൻ തുടങ്ങിയതിൻ്റെ അനുഭവം? ഞാൻ ഫസ്റ്റായിട്ട് ഉപയോഗിക്കുന്നത് കോളേജിൽ സ്റ്റാർട്ട് ചെയ്ത മുതലാണ്. ആ സമയത്ത് ഞാൻ സ്മോക്ക് പോലും ചെയ്യാറില്ല. കോളേജിലൊരു സെലിബ്രേഷനുമായി ബന്ധപ്പെട്ടിട്ടാണ് ഞാൻ ഇത് യൂസ് ചെയ്യാൻ തുടങ്ങുന്നത്. അന്നേരം ഫസ്റ്റ് ടൈം ഞാൻ ഇത് ഉപയോഗിച്ച് തുടങ്ങി. പിന്നെ അതിൻ്റെ ബാക്കിൽ ഇങ്ങനെ ഓടി അങ്ങനെ കുറച്ച് അതിൽ അടിമപ്പെടുകയായിരുന്നു ചെയ്തത്. എവിടെ നിന്നൊക്കെയാണ് MDMA വാങ്ങിയിരുന്നത്? ഞാൻ വാങ്ങിക്കൽ കുറവായിരുന്നു. എനിക്ക് എൻ്റെ ഫ്രണ്ട്സിൻ്റെ നിന്ന് തന്നെ കിട്ടലായിരുന്നു. അതിൻ്റെ ബാക്കിൽ ഓടലിലായിരുന്നു. സുഹൃത്തുക്കളിൽ നിന്നൊക്കെ അത്രത്തോളം കിട്ടാന്ന് പറയുമ്പോൾ അത്രത്തോളം സുലഭമായിരുന്നത്. പുറത്തൊക്കെ പഠിക്കുന്ന ഫ്രണ്ട്സ് ആയിരുന്നു. ഡിഗ്രി സമയമായിരുന്നു. ആ സമയത്തൊക്കെ സുലഭമായിരുന്നു. അങ്ങനത്തെ ഒരു കോളേജിലായിരുന്നു ഞാൻ പഠിച്ചത്. വിദ്യാർത്ഥികൾ യൂസ് ചെയ്തിരുന്നു. ക്യാമ്പസ് നോക്കുകയാണെങ്കിൽ എൻ്റെ ഇയറിൽ നോക്കുകയാണെങ്കിൽ ഒരു 100 ഔട്ട് ഓഫ് ഒരു 30-40 100 ആളുകളും 30 ആളുകളും ഉപയോഗിക്കുന്ന ആൾക്കാരായിരുന്നു. MDMA എന്ന് പറയുന്ന ഈ മാരകമായ ലഹരി, മാരകമായ മയക്കുമരുന്ന് എന്ന് പറയാം. ഭയങ്കര ഡേഞ്ചറസ് ആണ്. ഇത് തരുന്ന സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര എന്താ പറയുക അസുഖങ്ങൾ തരുന്നത്. പല്ല്, എല്ല്, അത് മെമ്മറി ലോസ്, സൈക്കോസിസ്, സ്കിസോഫ്രീനിയ, മാനിയ, ആദ്യ രോഗം. ഇതിന്റെ ഗുരുതരാവസ്ഥ ഭയങ്കര അവസ്ഥയാണ്. എനിക്ക് ഒരു കാര്യം പറയാനുള്ളൂ, ഇത് വെരി ഡേഞ്ചറസ് ആണ്. MDMA ഞാൻ 5 വർഷം ഉപയോഗിച്ചുകൊണ്ട് പറയാം. ഇതുപോലത്തെ ഡേഞ്ചറസ് ആയ മയക്കുമരുന്ന് ലോകത്ത് തന്നെ ഇല്ല. ജീവിതം ഇല്ലാണ്ടാക്കി കളി. ഞാൻ എത്ര വർഷം ഉപയോഗിച്ചോ ഒന്നും തന്നെ ഇല്ലാണ്ടായി കളിയും. എല്ലാം ജീവിതം ലൈഫ് ഇല്ലാണ്ടായി കളി. നരകിപ്പിക്കും. ഒരു സമാധാനമുള്ള ജീവിതം പിന്നെ കിട്ടില്ല. താൽക്കാലികമായിട്ട് മാത്രമേ കിട്ടൂ. എല്ലായിടത്തെയും ഇത് സുലഭമായിട്ട് ലഭ്യമാകാൻ തുടങ്ങി. എവിടെ പോയി കഴിഞ്ഞാൽ ഇത് കേൾക്കുമ്പോൾ ഒരു പേടിയാണ്. ഇപ്പം അതിനുള്ളൊരു പേടി തന്നെ പോയി. ഉപയോഗിച്ചിരുന്ന കാലവും ഇപ്പോൾ അത് നിർത്തിയതിനു ശേഷമുള്ളൊരു ജീവിതം തമ്മിൽ MDMA സ്റ്റോപ്പ് ചെയ്ത മുതൽ എനിക്കുണ്ടായ പല ഉപയോഗങ്ങൾ. ഒന്ന് മെയിൻ, എനിക്ക് എൻ്റെ ഫാമിലിനെ തിരിച്ചു കിട്ടി. രണ്ടാമത് എൻ്റെ കയ്യിൽ ആവശ്യത്തിനേറെ പൈസ വന്നു. മൂന്നാമത് എനിക്കൊരു സ്വന്തമായിട്ടൊരു ഷോപ്പ് വന്നു. നാലാമത് എനിക്ക് എൻ്റെ വീട്ടിൽ ആവശ്യത്തിനേറെയുള്ള കാര്യങ്ങൾ മൊത്തം ചെയ്തു തീർക്കാൻ പറ്റി. 5ാമത് ഞാൻ കല്യാണം കഴിച്ചു. എവറിത്തിങ് എനിക്ക് എല്ലാം തിരിച്ചു പിടിക്കാൻ പറ്റി. എല്ലാം കിട്ടീന് എനിക്ക് MDMA സ്റ്റോപ്പ് ചെയ്ത മുതൽ. എവറിത്തിങ്. ഉപയോഗിച്ചപ്പോൾ ദോഷങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നുള്ളത്? ദോഷങ്ങൾ, എനിക്ക് ഒരു രോഗം വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേ മറവി വന്നിട്ടുണ്ടായിരുന്നു. കയ്യിലുള്ളതെല്ലാം പോയി. വണ്ടി പോയി, അത് പോയി, ഫാമിലി പോയി, എൻ്റെ ഹെൽത്ത് പോയി, എൻ്റെ പല്ല് പോയി, എൻ്റെ മെമ്മറി ലോസായി. പല 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 പ്രശ്നങ്ങൾ. എല്ലാവരോടും ദേഷ്യം, വെറുപ്പ്, കുറേ പ്രശ്നങ്ങൾ. നമ്മൾ ചെയ്യുന്നത് മാത്രം ശരിയാണ്, പക്ഷേ നമ്മൾ ചെയ്യുന്നതൊന്നും ശരിയല്ല. നമ്മൾ ചെയ്യുന്ന പൂർണ്ണ മണ്ടത്തരാണ്. MDMA ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഏത് പ്രായത്തിൽപ്പെട്ട ആളുകളാണ് ഇത് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്? ഇപ്പം നിലവിൽ 2025 ഉപയോഗിക്കുന്ന SLC മുതലുള്ള കുട്ടികൾ വരെ ഇപ്പോൾ MDMA എന്ന് പറയുന്ന മാരകമായ ലഹരി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആദ്യമൊക്കെ എന്ന് വെച്ചാൽ കോളേജ് ടൈമിലാണ് ഈ ലഹരിയൊക്കെ കാണാൻ തുടങ്ങിയത്. ഇപ്പോൾ എന്ന് വെച്ചാൽ +2, 10th, SLC ഉള്ള കുട്ടികൾ വരെ ഇപ്പോൾ ഈ ലഹരി ഉപയോഗിക്കാൻ തുടങ്ങി. പ്രൊഫഷണൽ മേഖലയിലുള്ള ആളുകളും ഇഷ്ടം പോലെ. എനിക്ക് കുറച്ച് ഫ്രണ്ട്സൊക്കെ ഉണ്ട്. അവർ ഡോക്ടേഴ്സാണ്. ഡോക്ടേഴ്സൊക്കെ ഇതിൽ ഉപയോഗിക്കുന്നുണ്ട്. ഡോക്ടേഴ്സ് ചില ഏരിയകളിലൊക്കെ പിടിക്കുന്ന സാധനം പോലീസുകാർ പിടിച്ച് പോലീസുകാർ ഡയറക്റ്റ് വേറെ രീതിയിൽ സെല്ല് ചെയ്ത് അത് റീസൈക്കിൾ ആകുന്ന ഫെസിലിറ്റീസ് വരെ ഉണ്ട്. പോലീസുകാർ പിടിക്കുന്ന MDMA വീണ്ടും വിൽക്കപ്പെടുന്നുണ്ട്. ആരാണ് വിൽക്കുന്നത്? പോലീസുകാർ തന്നെ. 5 വർഷം നീണ്ടു നിന്ന ലഹരിയിലൂടെ തൻ്റെ ശരീരത്തിനുണ്ടായ ദുരനുഭവങ്ങളും ജീവിതത്തിനുണ്ടായ ദുരനുഭവങ്ങളുമാണ് നമ്മളിവിടെ പങ്കുവെച്ചത്. അതിനോ അപ്പുറത്തേക്ക് 1 വർഷം അത് ഉപേക്ഷിച്ചതിന് ശേഷം അതൊക്കെ വീണ്ടെടുക്കാൻ കഴിഞ്ഞതിൻ്റെ പ്രചോദനം കൂടിയാണ് ഈ അനുഭവങ്ങൾ. അത് ലഹരിക്ക് അടിമപ്പെട്ടവർക്കും ലഹരിയുടെ വഴിയിലേക്ക് പോകാൻ ശ്രമിക്കുന്നവർക്കുമുള്ള പാഠം കൂടിയാണ്. വീഡിയോ ജേർണലിസ്റ്റ് ഉണ്ണി തൂവറിനൊപ്പം റിപ്പോർട്ടർ അഷ്കർ അലി കരിമ്പ, റിപ്പോർട്ടർ മലപ്പുറം.